ഗുഡ് മോർണിംഗ് മകളെ, എന്തുണ്ടാ? സുഖമായിട്ടിരിക്കുന്നു സാർ. ഇത്തരം ദിവസം എങ്ങനെ ഉണ്ടായിരുന്നടാ? ബോറായിരുന്നു സാർ. ബോറായിരുന്നു? സുഖമല്ലായിരുന്നോടാ? അല്ല, അല്ലേ? സാറില്ല കൊണ്ട് വിഷമമായിരുന്നു. അത് ചുമ്മാ. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഓക്കെ, അങ്ങനെങ്കി അങ്ങനെ. സോ നമുക്ക് തുടങ്ങാം. തുടങ്ങാം സാർ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? കേൾക്കാം സാർ. ഞാൻ ഈ ഗൂഗിൾ മീറ്റ് പിള്ളേരുടെ ഇതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ, ഒരു മിനിറ്റ്. ഗൂഗിൾ മീറ്റ് മക്കളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നെ? ഓക്കെ. സോ നമ്മൾ അന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പാഠഭാഗം ഏതായിരുന്നു? ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അല്ലേ, ഞാൻ യൂട്യൂബിൽ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാരും കണ്ടായിരുന്നല്ലോ അല്ലേ? യൂട്യൂബിൽ ഇട്ടിരുന്ന ക്ലാസ് കണ്ടു സാർ. വയ്യാതിരിക്കുകയായിരുന്നെങ്കിൽ നോട്ടൊക്കെ കൃത്യമായിട്ട് ഇടുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നോ? എവിടെ അല്ലേ? നിങ്ങൾ ആ ഡയറക്ടറി സോറി റിട്സ് എന്ന് അവിടെ കൊടുത്തിട്ടില്ല, റിട്ടുകള് കണ്ടോ? ഡയറക്ടറി പ്രിൻസിപ്പിൾസിന്റെ മേളില് റിട്ട്. റിട്ടുകൾ കണ്ടില്ല? അതൊന്നും റിട്ടുകള് എത്ര തരം റിട്ടുകളുണ്ട്? Five types. എത്ര റിട്സുകളാണുള്ളത്? 5 റിട്ടുകളാണുള്ളത് അല്ലേ? ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ? ഏതൊക്കെയാണ് റിട്സ്? അവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Tiboyus, Corpus, Mandamus, Co-Ando, കോവാൻഡോ അല്ല, കോവാറന്റ്. Co-Arando, And prohibition. പ്രൊഹിബിഷൻ അല്ലേ? സോ ഗൂഗിൾ മീറ്റ് വരെ ഇനി അവരെ ഞാനൊന്ന് ഉണർത്തി വരണമെങ്കിൽ സമയം ഒരുപാട് എടുക്കും. ഗൂഗിൾ മീറ്റ് വരെ
ഗൂഗിൾ മീറ്റുകാർ പറഞ്ഞ ഏതൊക്കെ റിട്ടുകളാണുള്ളത്? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ പോയാൽ നമ്മുടെ സമയം വെറുതെ പോകത്തേ ഉള്ളൂ. നോക്കൂ, സെർട്ടൻ ഞാൻ നിങ്ങളോട് ആ മെസ്സേജ് ഇട്ടപ്പോഴേ ഗൂഗിൾ മീറ്റോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 6 മണി കഴിഞ്ഞ് ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചാൽ പോലും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കൃത്യമായിട്ടുള്ള സമയം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ഇതെന്റെ ഞാൻ ഈ സാധനം ഗൂഗിൾ മീറ്റ് ചെറിയ എമൗണ്ടിന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്തതിലുള്ളൊരു പ്രത്യേക ഫീച്ചറാണ് ഈ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ ആക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ചെയ്തതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ക്ലാസ്സിൽ എത്താനായിട്ടാണ്. അതുകൊണ്ട് 6 മണി കഴിഞ്ഞ് ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ഇട്ടപ്പോൾ കൃത്യം 6 മണി എന്ന് പറഞ്ഞത്. ചില ആളുകൾ നേരത്തെ അഭ്യാസം കാണിക്കാനായിട്ട് 6:03-നും 6:05-നും ഒക്കെ ജോയിൻ ചെയ്തവരുണ്ട്, ജോയിൻ ചെയ്യാൻ ശ്രമിച്ചവരുണ്ട്. അവരാരെ അഡ്മിറ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് 6 മണി കഴിഞ്ഞ് 6:01 പോയാൽ ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൃത്യസമയം എല്ലാവരും നോക്കി ജോയിൻ ചെയ്തോണം. ഇതെന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു അച്ചടക്കം വേണം. നോക്കൂ, പ്രൊവിഷൻസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഫ്രീ ലീഗൽ എയ്ഡ്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അതായത് ഡയറക്റ്റീവ് പ്രൊവിഷൻസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അകത്ത് പറയുന്നത് ഫ്രീ ലീഗൽ എയ്ഡ്, അതായത് സൗജന്യമായിട്ടുള്ള നിയമസഹായം. ഫ്രീ ലീഗൽ എയ്ഡ് അതായത് സൗജന്യമായിട്ടുള്ള നിയമസഹായം. അതേപോലെ തന്നെ തുല്യ ജോലിക്ക് തുല്യ വേതനം. തുല്യ ജോലിക്ക് തുല്യ വേതനം. മനസ്സിലായോ? തുല്യ ജോലിക്ക് തുല്യ വേതനമുണ്ട്. കേട്ടോ? എന്തൊക്കെയാണ് ഫ്രീ ലീഗൽ എയ്ഡ് ഉണ്ട് അല്ലേ? അതേപോലെ തന്നെ എന്താ ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് വെച്ചാൽ? സൗജന്യ നിയമസഹായം. കേട്ടോ? അതേപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം. പ്രൊട്ടക്ഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബിന്റെയും വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കണം. അല്ലെങ്കിൽ അവരുടെ ആ സാമ്പത്തിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? റനിയെ, വിനിലെ സാർ പറ്റുന്നുണ്ടല്ലോ? നീ കേൾക്കാൻ പറ്റില്ല. ഇങ്ങനിവിടെ 2 ബോക്സ് വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് ഫ്രണ്ടിൽ ഒരു മൈക്രോഫോണും വെച്ചിട്ടുണ്ട്. നേരത്തെ കാലം നന്നായിട്ട് കേൾക്കാമല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വേണം. എൻഷുറിംഗ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി.
ലോക സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി നിലകൊള്ളുക. ലോക സമാധാനത്തിനും ലോക സുരക്ഷിതത്തിനും വേണ്ടി ഇന്ത്യ നിലകൊള്ളുക. ഇത് ഡയറക്റ്റീവ് പ്രൊവിഷൻസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഈ പറയുന്നതെല്ലാമേ. The Constitution direct central and the state government to organize and implement programs and like the above, keeping public welfare in mind. മനസ്സിലായോ? ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളല്ല മക്കളെ. ഇത് ആ പേരിനകത്ത് തന്നെ അതിന്റെ ഉള്ളടക്കം അടങ്ങിയിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ നിർദ്ദേശക തത്വങ്ങളാണ്. ആ നിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുമ്പോൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങളല്ല. നിർബന്ധമായിട്ടും നടപ്പിലാക്കണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ നടപ്പിലാക്കാം, അല്ലെങ്കിൽ നടപ്പിലാക്കാതിരിക്കാം. ഒരു നിർദ്ദേശം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളോട് അത് ഇത് ചെയ്യുന്ന നിർദ്ദേശം തരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ്സിലിരുന്ന് എഴുന്നേക്കടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും എഴുന്നേക്കും അല്ലേ? പേടിച്ചിട്ടല്ല, വഴക്ക് പറയുന്നുള്ള പേടി കൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ പോയി നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനോട് പറയുന്നുള്ള പേടി കൊണ്ടെങ്കിലും നിങ്ങൾ എഴുന്നേക്കും. പക്ഷേ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എഴുന്നേക്കടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടോ? എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എവിടെ ഇരിക്കുന്നു, നിങ്ങൾ എവിടെ ഇരിക്കുന്നു അല്ലേ? ഞാനപ്പോ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്കൊരു നിർദ്ദേശം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവിടെ ഇരുന്ന് അനുസരിക്കാം, അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കാം. പിള്ളേരെ, ഞാൻ ഇങ്ങനെ ഇതൊരു കഥ പോലെ പറഞ്ഞു കൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോ ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിർദ്ദേശ തത്വങ്ങളാണ്. അതായത് ഒരു രാഷ്ട്രത്തിന്റെ നയരൂപീകരണവും ആ രാഷ്ട്രത്തിന്റെ പദ്ധതി നിർവഹണത്തിലും ആ രാഷ്ട്രം നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിർദ്ദേശ തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. ഇത് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ചില അവകാശങ്ങളും അതേപോലെ തന്നെ അത്തരം കാര്യങ്ങളാണ് ഈ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കലും നമുക്ക് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരിക്കലും കോടതിയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുന്നത്? ഫ്രീ ലീഗൽ എയ്ഡ് അഥവാ സൗജന്യ നിയമസഹായം, ഈക്വൽ പേ ആൻഡ് വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ, സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള തുല്യ ജോലിക്ക് തുല്യവേതനം. അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കണം. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള നടപടികൾ സ്വീകരിക്കണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം സെക്യൂരിറ്റി അഥവാ സുരക്ഷിതത്വം, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തല്. മനസ്സിലായോ?
മനസ്സിലായോ? മനസ്സിലായി സർ. ഓ മനസ്സിലായല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഗൂഗിൾ മീറ്റ് ഓക്കെ. സോ നോക്കിക്കൂ, നമുക്ക് ബാക്കി നോക്കാം. എനിക്ക് രണ്ടാളുകൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാം. കാണാം സാർ. ബാക്കി നോക്കുക. Such directives are included in Part 4 of the Indian Constitution as the directive principles. അപ്പൊ ഇത് നമ്മുടെ ഭരണഘടനയുടെ ഏത് ഭാഗത്തായിരിക്കും ഉണ്ടായിരിക്കുക? ഭരണഘടനയുടെ പാർട്ട് 4 അഥവാ ഭരണഘടനയുടെ 4-ാം ഭാഗത്തിലാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എവിടെയാണ്? പാർട്ട് 4-ലാണ് നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭരണഘടനയുടെ 4-ാം ഭാഗത്തിലാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അഥവാ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് which are the helpful for the creation of a welfare state. ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്ത്യ ഒരു ക്ഷേമ രാഷ്ട്രമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പുറത്ത് കണ്ടിട്ടില്ലേ ഒക്കെ പെൻഷൻ കൊണ്ടു കൊടുക്കുന്നത്? കണ്ടിട്ടില്ലേ? പെൻഷൻ കൊണ്ട് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ഇത് ഒരു ക്ഷേമരാഷ്ട്രമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ നൽകുന്നത്. പിന്നെ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ്. പക്ഷെ അമേരിക്കയിലൊക്കെ അല്ലെങ്കിൽ മറ്റ് ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിലൊക്കെ വേണമെങ്കിൽ പോയി പഠിച്ചാൽ മതി. നിങ്ങൾ ആരും നിർബന്ധിക്കാനും വരത്തില്ല. നിങ്ങൾക്ക് സൗജന്യ എഡ്യൂക്കേഷനും കിട്ടത്തില്ല. അത്തരത്തിൽ ക്ഷേമരാഷ്ട്രങ്ങൾ എപ്പോഴും ജനങ്ങളുടെ ക്ഷേമത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരുടെ എന്താ പറയാ, അവരുടെ ക്ഷേമമാണ് ഗവൺമെന്റ് എപ്പോഴും ഉറപ്പുവരുത്തുന്നത്. മനസ്സിലായോ? അപ്പൊ ഇന്ത്യ എപ്പോഴും ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആണ് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിൽ ക്ഷേമപരമായ പദ്ധതികളും നയങ്ങളും രൂപപ്പെടുത്തുന്നതിന് സംസ്ഥാന കേന്ദ്ര സർക്കാർ ഗവൺമെന്റുകൾക്ക് നിർദ്ദേശം നൽകുന്ന ഒരു കാര്യം കൂടാണ് ഈ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായോ? നിർദ്ദേശ തത്വങ്ങളിൽ അത് ആ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കണമെന്നൊന്നും നിർബന്ധമില്ല. മനസ്സിലായോ? ആ നിർദ്ദേശങ്ങള് എല്ലാം നടപ്പിലാക്കണമെന്ന് നിർദ്ദേശമൊന്നുമില്ല. പക്ഷേങ്കിൽ അത് കൃത്യമായിട്ട് നിർദ്ദേശം നൽകുന്നുണ്ട്. പക്ഷെ എല്ലാ നിർദ്ദേശങ്ങളും നടപ്പിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അത് സർക്കാരിന്റെ നയങ്ങൾ അനുസരിച്ചിരിക്കും. പക്ഷെങ്കിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റുകൾക്കും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിർദ്ദേശം നൽകുന്നുണ്ട്. അത് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലൂടെയാണ്.
As the name indicates, all these are directions. These are the directives to the state which are to be considered while formulate policies and implementing plans. Certain rights which were impossible to be. മനസ്സിലായോ? മനസ്സിലായി സർ. Several idea of the father of our nation, Mahatma Gandhi, have been included in the directive principles. Some of them are mentioned below. അതായത് നമ്മളുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ചില ഐഡിയകളാണ് താഴെ സൂചിപ്പിക്കുക. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയാണ് താഴെ പറയുന്നത്. ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്. എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്? അതായത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തല്ല, പഞ്ചായത്ത് രാജ് എന്നാണ് കേട്ടോ. നിങ്ങളൊക്കെ ഏത് പഞ്ചായത്തുകാരാണ്? ചിറ്റാറ് പഞ്ചായത്തുകാരുണ്ട് അല്ലേ? ചിറ്റാറ് പഞ്ചായത്തുകാരൊക്കെയാണ്? ചിറ്റാറ് പഞ്ചായത്തുകാരൊക്കെയാണ്? ആരെ? ഞാൻ. അനുഗ്രഹ. ചിറ്റാറുണ്ടോ? ചിറ്റാർ പഞ്ചായത്തുകാരല്ലാത്തവരുണ്ടോ? പറയൂ. എതിർത്താട് ഗ്രാമപഞ്ചായത്ത്. ഏത് പഞ്ചായത്ത് ആതിര? സാന്ദ്ര ഏത് പഞ്ചായത്താണ്? വടശ്ശേരിക്കണ. വീട് എവിടെ മോളെ? പളയനിപ്പാറ വടശ്ശേരിക്കര പഞ്ചായത്താണോ? പളയനിപ്പാറ വടശ്ശേരിക്കര പഞ്ചായത്താണോ? ഓക്കെ. ഇതല്ലാതെ സീതത്തോട് പഞ്ചായത്ത് വരാറില്ലോ ഉണ്ടോ? ഉണ്ട് സാറേ. പറയും. സീതത്തോട് പഞ്ചായത്താണ്. പേര് പറയടാ മോനെ. മുഹമ്മദ് റിസ്വാൻ. ഈ സീതത്തോടും അതേപോലെ തന്നെ വടശ്ശേരിക്കലും ചിറ്റാർ പഞ്ചായത്തും അല്ലാത്തവരാരിലും ഉണ്ടോ? ഉണ്ട് സർ. പറയും. ഏത് പഞ്ചായത്താണ് നിങ്ങൾ? പെരുന്നാട്. പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് അല്ലേ? നിങ്ങളെല്ലാവരും നാളെ വരും. അടുത്ത ക്ലാസ്സിൽ വരുമ്പം നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരണം കേട്ടോ. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്താണ് നിങ്ങളിപ്പോ പറഞ്ഞത്. അപ്പോ അടുത്ത ക്ലാസ് എന്നാണോ അന്ന്. വ്യാഴാഴ്ചയല്ലേ ഇനി? വ്യാഴാഴ്ച ക്ലാസ് കാണത്തില്ല. ഞാന്
ജി സ്യൂട്ടിന്റെ ട്രെയിനിങ്ങിന് പോവാണ്. അപ്പൊ വ്യാഴാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കത്തില്ലേ. ഞാൻ രാവിലെ പോകും, അതുകൊണ്ട് ട്രെയിൻ. റാന്നിയോ? റാന്നി ഗ്രാമപഞ്ചായത്ത് ആരുടെ അത്? റാന്നി ബ്ലോക്ക് പഞ്ചായത്ത്. എല്ലാരും നാളെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നാൽ മതി, അടുത്ത ദിവസം മതി കേട്ടോ. സോ ബാക്കി നോക്കി. പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, അതായത് ഖാദി അല്ലെങ്കിൽ പരുത്തി വസ്ത്രങ്ങളുടെ പ്രമോഷൻ, അതായത് അതിന്റെ പ്രചരണം. Prohibition of intoxicating substituting. There is an indivisible relationship between fundamental rights and directive principles. Directive principles are to be implemented for the realization of the fundamental rights in its full sense as a criterion which help the evaluation and betterment of the government activities. No one can deny the importance of the directive principles. അതായത് ഗാന്ധിജി പറയുന്നത് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, അതായത് ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കല്, അതേപോലെ തന്നെ കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കും. കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കല്, അതേപോലെ തന്നെ നിങ്ങള് ഈ ഗാന്ധിയന്മാർ ഈ മദ്യവിരുദ്ധ സമരമൊക്കെ ഉണ്ടാക്കി നടക്കുന്ന കണ്ടില്ലേ? ചില സിനിമയ്ക്കഥ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലഹരി വിരുദ്ധതയാണ്, അല്ലെങ്കിൽ ലഹരിയുടെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മദ്യത്തിന്റെ നിരോധനമാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ അവകാശ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള മൗലിക അവകാശങ്ങളുണ്ട്. ആ മൗലിക അവകാശങ്ങളും അതേപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. മനസ്സിലായോ? ഇവ രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. ഇവ രണ്ടും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് ഉള്ളത്. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. ഈ മൗലിക അവകാശങ്ങള് അതിന്റെ പൂർണ്ണാവസ്ഥയിൽ നമുക്ക് സ്ഥാപിച്ചു കിട്ടണമെങ്കിൽ അതിനോടൊപ്പം തന്നെ നിർദ്ദേശക തത്വങ്ങളും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇത് രണ്ടും തമ്മിൽ ഇണപിരിയാൻ കഴിയാത്തത്ര ബന്ധമുണ്ട് കേട്ടോ. മൗലിക അവകാശങ്ങളും അതേപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധം
ഉണ്ട്. ഒന്നില്ലാതെ ഒന്നില്ല. ഇപ്പൊ ഞാനില്ലാതെ നമ്മുടെ സോഷ്യൽ സയൻസ് ക്ലാസ് നടക്കുമോ? നിങ്ങൾ തന്നെ വന്നിരുന്നാൽ പറ്റുമോ? ഇല്ല സർ. നിങ്ങളില്ലാതെ എനിക്ക് ക്ലാസ് വന്നിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് ബെഞ്ചിനും ഡെസ്കിനെ പഠിപ്പിക്കാൻ പറ്റും? പറ്റൂല. നമ്മൾ രണ്ടാളുകളും നമ്മുടെ രണ്ട് കമ്മ്യൂണിറ്റീസും ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ് അതിന്റെ പൂർണ്ണാവസ്ഥയിൽ എത്തത്തുള്ളൂ. അതേപോലെ തന്നെയാണ് നമുക്ക് മൗലിക അവകാശങ്ങൾ അതിന്റെ പൂർണ്ണാവസ്ഥയിൽ സ്ഥാപിച്ചു കിട്ടണമെങ്കിൽ നിർദ്ദേശക തത്വങ്ങളും പാലിച്ചു കിട്ടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ ഇവ രണ്ടും പരസ്പര പൂരകങ്ങളായ രണ്ട് വിഭാഗങ്ങളാണ് കേട്ടോ. നിർദ്ദേശക തത്വങ്ങളും അതേപോലെ തന്നെ അവകാശവും, മൗലിക അവകാശവും, ഫണ്ടമെന്റൽ റൈറ്റ്സ് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ പാഠം കഴിഞ്ഞല്ലോ. കഴിഞ്ഞ ഇച്ചിരി കൂടെ ഉണ്ടല്ലേ? ഓക്കെ. കഴിഞ്ഞ മക്കളെ പാഠം കാണാൻ പറ്റില്ല. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ? ഓക്കെ, നോക്കൂ. ഇപ്പൊ നമ്മൾ ഇത്ര നേരം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പറഞ്ഞത് അല്ലേ? നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് അല്ലേ? ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. സമയത്തായി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. Certain duties which we have to perform are given in above checklist along with the enjoyment of the fundamental rights. Fundamental duties are to be performed. Fundamental duties are included in Part 4A of a Constitution. Certain duties are to be performed by the citizens towards the state to protect the unity and integrity of the nations. These duties are known as fundamental duties. When the state provides us rights and protection, it is our duties to abide the Constitution, develop cordiality
among the citizen and to provide help for the betterment of the nation, accomplishing the fundamental duties in this manner will create a better society, and its result will reach the everyone. In effect, the fundamental duties can be considered as the responsibility which the individual have to perform towards themselves അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ്. ഏതാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കർത്തവ്യങ്ങൾ. നമ്മുടെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് നമ്മൾ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നത്, അല്ലേ? നിങ്ങള് സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണ്. 7 വരെയെങ്കിലും നിങ്ങൾ സ്കൂളിൽ വന്നിട്ടുണ്ട്, അല്ലെ? എട്ടില് വന്നിട്ടുണ്ടോ? ഇല്ല. 8ാം ക്ലാസ് വന്നിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. ഇല്ല. 8 വരെ പഠിച്ചിട്ടുള്ളവര് നിങ്ങൾക്ക് അറിയാം, ദേശീയ ഗാനം ആലോചിക്കുമ്പോൾ ആരെങ്കിലും അവിടെ ഇരിക്കാറുണ്ടോ? ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണെന്ന് ചോദിച്ചാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പെടുന്നതാണ്. ഇത് നിങ്ങളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്, നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ ഇത് അനുസരിക്കണം. നിങ്ങൾക്ക് രാഷ്ട്രം ഒരു അവകാശം തരുമ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ചില കടമകൾ അല്ലെങ്കിൽ ചില കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങളിൽ പെടുന്നതാണ് ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. അല്ലെ, ദേശീയ ഗാനത്തെ എഴുന്നേറ്റ് നിൽക്കുക എന്ന് വെച്ചാൽ ബഹുമാനിക്കുക എന്നാണ് അർത്ഥം, അല്ലെ? ടീച്ചേഴ്സ് വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാറില്ലേ? അത് ടീച്ചേഴ്സിനോടുള്ള റെസ്പെക്ട് കൊണ്ടാണോ അത് പേടി കൊണ്ടാണോ? റെസ്പെക്ട് കൊണ്ടാണ്, അല്ലെ? അപ്പൊ ടീച്ചേഴ്സിനോട് ചെയ്യുന്ന ഒരു കർത്തവ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ രാഷ്ട്രത്തെയും ബഹുമാനിക്കണം. ഇനി ഇത്രയും നാളും അറിഞ്ഞിട്ടില്ല എങ്കിൽ അറിഞ്ഞോളുക, രാഷ്ട്രത്തോട് നാം കാണിക്കുന്ന ബഹുമാനമാണ് ദേശീയഗാനത്തെ ആദരിക്കുക, അല്ലെ ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത്. ദേശീയഗാനം പാടുമ്പോൾ ചുമ്മാ അലക്ഷ്യമായിട്ട് നിൽക്കരുത്. ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഞാൻ വഴക്ക് പറയും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പിള്ളേര് കൈകെട്ടി നിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ദേശീയഗാനം ആലപിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക, അറ്റൻഷനായിട്ട് 2 കൈയും നേരെ നിവർത്തി താഴോട്ടിടുക, എന്നിട്ട് 2 കാലും അടുപ്പിച്ച് വെക്കുക. ഇതൊക്കെ ദേശീയഗാനം പാടുമ്പോൾ നിങ്ങൾക്കറിയാം അറ്റൻഷൻ എന്താണ്. അറ്റൻഷൻ മോഡിൽ വേണം നിങ്ങൾ ദേശീയഗാനം ആലപിക്കുമ്പോൾ. നിങ്ങൾ ആലപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആലപിക്കുമ്പോൾ എവിടെ കേട്ടാലും ഏത് സമയത്തും. ഞാൻ മുൻപ് അവിടെ പഠിച്ച പിള്ളേരോട് ചോദിച്ചു നോക്കണം. ഞാൻ എവിടെ ചിലപ്പോൾ ഞാൻ ബെല്ലടിച്ച് ഞാൻ പിള്ളേരുടെ തിരക്ക് വരുന്നതിന് മുമ്പ് ഇറങ്ങാനായിട്ട് വരുമ്പോഴായിരിക്കും പിള്ളേർ ദേശീയഗാനം ആലപിച്ചു തുടങ്ങും. ഞാൻ ആ ബാഗും തോളിലിട്ട് അങ്ങനെ തന്നെ അവിടെ നിൽക്കും. അപ്പൊ അത്തരത്തിൽ നിങ്ങളും അതൊക്കെ പഠിക്കാൻ ശീലിക്കണം. ഇത്രയും നാളും ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ശീലിക്കണം. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ ചരിത്ര സ്മാരകങ്ങൾ, നിങ്ങളുടെ ചുറ്റാറുള്ള എന്തെങ്കിലും ചരിത്ര സ്മാരകങ്ങളുണ്ടോ? അത് ചരിത്ര സ്മാരകമല്ലല്ലോ.
അത് രക്തസാക്ഷി മണ്ഡപമല്ലേ, അതല്ല. ചരിത്ര സ്മാരകം, ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ്. സോ ചതുരക്കള്ളിപ്പാറ, അവിടെ ചരിത്ര സ്മാരകമല്ല, ആ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗുഹ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും പോയി നശിപ്പിക്കാതിരിക്കുക കേട്ടോ. സോ ഓക്കെ. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും, നമ്മുടെ രാഷ്ട്രത്തിന് ഐക്യവും അഖണ്ഡതയുണ്ട്. അഖണ്ഡത എന്ന് വെച്ചാൽ മുറിക്കപ്പെടാതെ ഇരിക്കുക, ഖണ്ഡിക്കാതിരിക്കുക കേട്ടോ. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം, ഐക്യവും അഖണ്ഡതയും. അതേപോലെ തന്നെ പരിസ്ഥിതി നമ്മൾ സംരക്ഷിക്കണം. ഞാൻ പറഞ്ഞല്ലോ, മൗലിക അവകാശങ്ങൾ നമുക്ക് രാഷ്ട്രം തരുമ്പോൾ രാഷ്ട്രത്തോട് നാം ചില കർത്തവ്യങ്ങളും നിർവഹിക്കേണ്ടതായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോ ഭരണഘടനയുടെ ഭാഗം 4A, ഭരണഘടനയുടെ ഭാഗം 4 പാർട്ട് 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചുള്ള പരാമർശം ഉള്ളത് കേട്ടോ. അപ്പൊ നാം രാഷ്ട്രത്തോട് ചില കടമകള് നമുക്ക് അവകാശം തരുമ്പോൾ തന്നെ കടമകൾ നിറവേറ്റേണ്ടത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ രാഷ്ട്രത്തിന് വേണ്ടി ഈ കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ആ കടമകൾ കൂടി നിറവേറ്റിയെങ്കിൽ മാത്രമേ നാം രാജ്യത്തെ യഥാർത്ഥ ഒരു പൗരനാകും. കാരണം എനിക്കൊരു അവകാശം തരുന്നുണ്ട്, ആ അവകാശം രാജ്യം എനിക്ക് തരുമ്പോൾ ഞാൻ രാജ്യത്തിന്റെ പുരോഗതിക്കും അല്ലെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയൊക്കെ നിലകൊള്ളേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ രാജ്യത്തോട് നിറവേറ്റുന്ന കടമകളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ, മൗലിക കർത്തവ്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സർ. മനസ്സിലായി. മൗലിക കർത്തവ്യങ്ങളും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നിറവേറ്റുമ്പോഴാണ് രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്നത്. കാരണം എപ്പോഴും കലാപങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന രാജ്യം അതിനുവേണ്ടി മാത്രം നിൽക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ മൗലിക കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ രാജ്യം അതിന്റെ പൂർണ്ണാവസ്ഥയിൽ പുരോഗതിയിലേക്ക് എത്തുകയും രാജ്യം വളരെ പുരോഗതി പ്രാപിക്കുകയൊക്കെ ചെയ്യും. മനസ്സിലായോ? മനസ്സിലായി സർ. ചുരുക്കം പറഞ്ഞു, മൗലിക കർത്തവ്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് തന്നെ കാണിക്കുന്ന കടമകളാണ്. നമ്മൾ ഓരോരുത്തരും ചേരുന്നതാണ് രാജ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാനും നിങ്ങളും ചേരുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ചേരുന്നതാണ് ഒരു രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ അവിടെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ, മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചാർട്ട് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക് ഷീറ്റ് തരാമായിരുന്നു. ആ വർക്ക് ഷീറ്റ് കൃത്യമായിട്ട് ചെയ്തിടുക കേട്ടോ. ഓക്കെ. ബാക്കിയൊക്കെ ഇച്ചിരിയും കൂടി ഉള്ള അത് ഡിസ്ക്രിപ്ഷനാണ്, അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. സോ അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. എല്ലാവർക്കും ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് കിട്ടിയായിരുന്നല്ലോ.
നോട്ട് കിട്ടിയായിരുന്നല്ലോ ഈ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിന്റെ. ഓക്കെ, അപ്പോ ഞാനൊരു വർക്ക് ഷീറ്റ് കൂടി ഇട്ട് തരാം. ആർക്കെങ്കിലും ഇനി കിട്ടാനുണ്ടെങ്കിൽ, നോട്ട് കിട്ടാനുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഒരു നോട്ട് ഇട്ടാൽ, വോയിസ് നോട്ട് ഇട്ടാൽ മതി. ഞാൻ അവർക്ക് നോട്ട് ഇട്ട് തരാം കേട്ടോ. ഏത് ക്ലാസ് ആണെന്നും ഏത് മീഡിയം ആണെന്നും കൂടെ പറഞ്ഞാൽ മതി. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ട്രീറ്റ്മെന്റ് വരെ പോകരുത്. ഞാൻ ഈ ഗൂഗിൾ മീറ്റ് വരെ വിട്ടിട്ട് നിങ്ങൾ പോകാവുള്ളൂ. ഓക്കെ, സോ ഗൂഗിൾ മീറ്റ് ചെയ്ത് ഓരോരുത്തരായിട്ട് പേര് പറഞ്ഞിട്ട് പോയിക്കോളൂ. അലീഷ ഇബ്രഹാം 9C അല്ലേ? ലെഫ്റ്റ് ചെയ്തോളൂ. അടുത്ത ആള് അൽഖ സാറ ജോൺ 9C അല്ലേ? അൽഫ സാറ അജോ. ഏത് ക്ലാസ് നമ്മളെ? 90. ഓക്കെ, അൽഫ സാറ അജോ 90. ഓക്കെ, അടുത്താള് ലെഫ്റ്റ് ചെയ്തോ. അടുത്താള് അഭിനവ് 9C അല്ലേ? ഓക്കെ ഓക്കെ, അടുത്ത പെട്ടെന്ന് ഇനി ആരെല്ലാം ഉണ്ടോ? സാന്ദ്ര സന്തോഷ് 9B അല്ലേ? ഓക്കെ, അടുത്ത ആള് ഇനി ആരെല്ലാം ഉണ്ടോ? ഉറങ്ങട്ടടാ. സ്നേഹ ഡെന്നി 9A. ഒരാളും കൂടെ ഉണ്ടല്ലേടാ, ഒരു സോനു അല്ലേ അല്ലേ? സോനു ഉറങ്ങട്ടെ. സോനു നമുക്ക് തൽക്കാലം അറ്റൻഡൻസ് കൊടുക്കണ്ട, സോനു മിണ്ടാത്തതുണ്ട്. ഓക്കെ, അപ്പൊ നീയും കൂടെ ലെഫ്റ്റ് ചെയ്ത മോനെ, അവൻ എവിടെ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ. ഞാൻ അയച്ചിരുന്നല്ലോ നിന്റെ നമ്പറിലോട്ട്. നീ ഏതാ ഉദ്ദേശിക്കുന്ന? ഏത് ബ്ലോഗിന്റെ? നീ ഏത് നോട്ടാ ഉദ്ദേശിച്ചേ? എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അല്ല, ഞാൻ അങ്ങോട്ട് വിളിക്കാം. സോനു ഉറക്കമൊക്കെ കഴിഞ്ഞോടാ? പിന്നെ നീ എന്താ മിണ്ടാഞ്ഞേ? എടാ, സാധാരണ എല്ലാവർക്കും രാവിലെ അല്ല, വൈകിട്ടാണ് സ്ലോ വരുന്നത്. കാരണം എല്ലാരും കേറുന്നുണ്ട്. അത് വിചിത്രം. ഏതാണ് നിന്റെ നെറ്റ്വർക്ക്? ജിയോ ആണെങ്കിൽ അങ്ങനെ സ്ലോ വരത്തില്ലല്ലോ. വീട് എവിടാ? ചിറ്റാർ എവിടെ? ഓക്കെ, ഞാൻ അവിടെ വന്നിട്ട് നോക്കട്ടെ ജിയോ സ്ലോ ആണോന്ന്. ഓക്കെ, സാരമില്ല. ശരി, ഇറങ്ങി. അപ്പൊ ട്രീറ്റ്മെന്റുകാരെ നമുക്കും പോവാം. ഓക്കെ സാർ. ഓക്കെ, കണ്ടുപിടിച്ച് നോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവരെ അപ്പൊ ഇതാകുമ്പോ റെക്കോർഡ് ആയി കിട്ടുമല്ലോ എനിക്ക്. പെട്ടെന്ന് നോക്കാം. ഓക്കെ, സോ താങ്ക് യു.